ഇൻവെർട്ടിബിൾ നമ്മുടെ വെൽക്കം ഓൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സിൽ നിന്നും വൈയിലോട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഇൻവെർട്ട് എന്ന് വെച്ചാൽ നേരെ തിരികെ, അതായത് എക്സിൽ നിന്ന് വൈയിലോട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ there is another function from g from y to x. വൈയിൽ നിന്ന് എക്സിലോട്ടുമുണ്ട്. എക്സിൽ നിന്ന് വൈയിലോട്ടുണ്ടെങ്കിൽ another function g from y to എക്സിലോട്ട് എക്സിസ്റ്റ് ചെയ്യും. എക്സിസ്റ്റ് if and only if f is 1 1 and 1 1 ആയിരിക്കണം and on to 1 1 and on to. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 and on to ആണെങ്കിൽ എക്സിൽ നിന്നും വൈയിലോട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ തിരിച്ച് there exists another function g from വൈയിൽ നിന്നും എക്സിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇൻവെർട്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണെങ്കിൽ എഫ് ഈസ് ഇൻവെർട്ടബിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഈസ് ഇൻവെർട്ടബിൾ if and only if എഫ് ഈസ് എ, ഇതിന് 1 1 and 1 2 എന്ന് പറയുന്നതിന് ഒരു പേര് മതി, എഫ് ഈസ് എ ബൈജെക്ഷൻ. 1 1 and 1 2 എന്ന് പറയുന്നതിന് പേരെടുത്ത് ഒരു 1 1 and 1 2 കോമൺ നെയിമാണ്. എഫ് ഈസ് എ ബൈജെക്ഷൻ. ബൈജെക്ഷൻ ഒന്നിച്ച് പറയുന്നത്. അപ്പോൾ എഫ് ബൈജെക്ഷൻ ആണെങ്കിൽ എഫ് 1 1 and എഫ് ഇൻവെർട്ടബിൾ ആണ്. എഫ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ എഫ് 1 1 and 1 2 അല്ല, എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എല്ലാവർക്കും അറിയേണ്ടത് 1 1 and വേണമെങ്കിൽ അറിയത്തില്ലെങ്കിൽ 1 1 and 1 2 1 1 and 1 2 ആണ്. ഈസ് എ ബൈജക്ഷൻ 1 1 and 1 2. അപ്പോൾ എഫ് ബൈജക്ഷൻ ആണെങ്കിൽ എഫ് ഇൻവെർട്ടബിൾ ആണ്. എഫ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ എഫ് 1 1 and 1 2 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കോമ്പസിഷൻ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. കോമ്പസിഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ, there exists a function g from y to x such that g composition f from invertible ആണെങ്കിൽ equal to ix is equal to i, composition f equal to ix എന്ന് കിട്ടണം. and f composition g is equal to iy എന്നാണ് കിട്ടേണ്ടത്. ഇപ്പോൾ കോമ്പസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കിട്ടേണ്ടത് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പസിഷൻ ഫംഗ്ഷൻ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടത് ഏതാണ്? ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. എഫ് കോമ്പസിഷൻ ജി എടുത്താലും ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഐ എക്സ് എന്താണ് ഈ ഐ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്? ഇതിൻ്റെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഏതാണ്? എക്സ് ആണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ സെറ്റിൽ നിന്ന് ഏതാണ്? എക്സ് ആണ് ഇവിടെ ഡൊമെയിൻ. എക്സിൽ നിന്നും എക്സിലോട്ടാണ്. അതങ്ങനെ വരാനുള്ള കാരണം ഈ എഫിൻ്റെ ഡൊമെയിൻ എന്താണോ അതുതന്നെയാണ് ജി കോമ്പസിഷൻ എഫിൻ്റെ ഡൊമെയിൻ. അതുപോലെ എഫ് കോമ്പസിഷൻ ജി അതാണ് ഐ വൈ ആണ്. ഐ വൈ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഫ്രം വൈ ടു വൈയിലോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് ജിയുടെ ഡൊമെയിൻ. ജിയുടെ ഡൊമെയിൻ എന്താ? വൈ. അപ്പോൾ എഫ് കോമ്പസിഷൻ്റെ ജിയുടെ ഡൊമെയിനും വൈ ഡൊമെയിനും. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ സെറ്റിൽ നിന്നും ആർ ടു ആറിലോട്ടാണ് ഫംഗ്ഷൻ, റിയൽ നമ്പർ ടു റിയൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ വൈ വൈ എന്ന് പറയുന്നത് വൈ ടു വൈയിലോട്ട്, ആ സെറ്റിൽ നിന്ന് അതേ സെറ്റിലോട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പസിഷൻ്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്കപ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഈ ഫംഗ്ഷൻ്റെ കോമ്പസിഷൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇപ്പോൾ കോമ്പസിഷൻ ഫംഗ്ഷനിലെ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പഠിച്ചത് എ ജി ഓഫ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്, ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് എ ജി ഓഫ് എഫ് ഓഫ് എ. ആരോ ഡയഗ്രാം വരച്ചിട്ട് ആ പോയിന്റ്സ് നമ്മൾ പറഞ്ഞാൽ വേണമെങ്കിൽ ആരോ ഡയഗ്രാം വെച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോൾ എ ടു ബി, ദെൻ ബി ടു സി, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി ആണെങ്കിൽ ഇതിലൊരു പോയിന്റ് എ, ഇത് എ ജി ഓഫ് എഫ്, ഇത് എഫ് ഓഫ് എ ആകും. അപ്പോൾ ഇത് ജി ഓഫ് എഫ് ഓഫ് എ ആകും. അപ്പോൾ എ ടു സിയിലോട്ടാണ് നമ്മൾ ജി കോമ്പസിഷൻ ഓഫ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എ ഇവിടുത്തെ പോയിന്റ് എ എന്നുള്ള സെറ്റിലെ പോയിന്റ് എ തന്നെയാണ്. അപ്പോൾ സിയിലെ പോയിന്റ് ജി ഓഫ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ ഈ രണ്ടിനും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യും. എ ഓഫ്
ജി ഓഫ് എഫ് ഓഫ്. ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പസിഷൻ ഫംഗ്ഷനിൽ ഗ്രാഫ് ജി കോമ്പസിഷൻ എഫ് എന്നുള്ള ഗ്രാഫിൽ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൻ്റെ പാത്ത് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എക്സ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സ് മീൻസ് ആ സെറ്റിൽ നിന്നും ആ സെറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും ഈ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ കിട്ടിയാൽ ഈ കോമ്പസിഷൻ എഫ് നോക്കുമ്പോൾ ഐ എക്സ് കിട്ടണം, എഫ് കോമ്പസിഷൻ ജി നോക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഐ വൈ എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എഴുതാം എഫ് എന്താണ്, ഇത്തരത്തിലുള്ള ഫംഗ്ഷനാണ് ഇൻവെർട്ടബിൾ ഫംഗ്ഷനാക്കി എഴുതാവുന്നതാണ്. അപ്പോൾ അടുത്ത ഇനി ഇൻവെർട്ടബിൾ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആയിരിക്കട്ടെ, ഇൻവെർട്ടബിൾ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. ഇപ്പോൾ വൈ ഈക്വൽ ടു എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണ്, ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. എക്സിൽ നിന്ന് വൈയിലോട്ട്, വൈയിൽ നിന്നും തിരിച്ച് എക്സിലോട്ട്. ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ഫംഗ്ഷനാണ്. അത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 and 1 ഒക്കെയാണ്, ഇൻവെർട്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. അപ്പം നമുക്കിത് എന്താണ്, അതിനായിട്ട് ഞാനൊരു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡൊമെയിൻ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡിഫൈൻ ചെയ്ത വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ പ്ലസ് ടു ആർ പ്ലസ് ലോട്ടാണ്. അപ്പം ഈ റൂട്ട് എക്സിന് ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. റൂട്ട് എക്സിന് ഗ്രാഫ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇവിടെ നമുക്ക് പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രം പറഞ്ഞെടുക്കുന്നേ ഉള്ളൂ. റൂട്ട് എക്സ് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കുന്നതേ ഉള്ളൂ. ഇത് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണോ എന്ന് നോക്കാനായിട്ട് മാർഗങ്ങൾ എന്താ, ഇൻവെർട്ടബിൾ ആണോ ഈ ഗ്രാഫ് നോക്കി പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ജസ്റ്റ് 1 1 ആണോ നോക്കണം ആദ്യം. 1 1 ആണ്, 1 1 ആണ് ഈ ലൈൻ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇതിന് ഒരു പോയിന്റ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഫംഗ്ഷൻ 1 1 ആയി. അപ്പോൾ അത് ഫംഗ്ഷൻ 1 1 ആണ്. അപ്പോൾ എഴുതി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഈസ് 1 1. ഇനി ഇതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റ് അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂസ്, അവിടെ റേഞ്ച് എന്ന് പറയുന്നത് ആർ പ്ലസ്. കോഡൊമെയിൻ ഈക്വൽ ടു കോഡൊമെയിൻ ഓഫ് എഫ്. കോഡൊമെയിൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് എഫ്. കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയി. ഫംഗ്ഷൻ എന്തായി, 1 2 ആയി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണ്, 1 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇൻവെർട്ടബിൾ ആക്കാം. പിന്നെ തിരിച്ച് നമുക്ക് ആർ പ്ലസ് ടു ആർ പ്ലസ് ആയതുകൊണ്ട് തിരിച്ചെടുത്താൽ ആധാർ സെറ്റ് തന്നെ ഡൊമൈനും കോഡൊമൈനും ഈക്വൽ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൊമൈൻ, ഇതിൻ്റെ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണെന്ന് കണ്ടെത്തി. ഇനി നമുക്ക് ഇവിടെ നമ്മൾ വേണ്ടത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ. ആ ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണ്. എക്സിൻ്റെ ഇമേജ് ആണ് എഫ്, ഇമേജ് ആണ് വൈ. അപ്പം ഞാനിവിടെ 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കും. മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 4ൻ്റെ ഞാൻ പറയാൻ പോകുന്നതാണ് 4ൻ്റെ ഇമേജ് എഫ് ഇമേജ് ആണ് 2. അപ്പം നോക്കാം, ഇവിടെ നമുക്ക് എക്സിന് 4 എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 4 എന്ത് വരും, റൂട്ട് 4 ഈക്വൽ ടു 2. അപ്പോൾ 4ൻ്റെ എഫ് ഇമേജ് ആണ്, ഈ ഫംഗ്ഷനിലുള്ള ഇമേജ് ആണ് 2 എന്ന് പറയാം.
അപ്പം തിരിച്ച് അപ്പം ഈ ഫോറിൽ നിന്നും ഫംഗ്ഷനിലോട്ട് വന്നു, ഈ ഗ്രാഫിലോട്ട് വന്നു. ഈ 4 എന്ന് പറയുന്നത് എക്സ് ആക്സിലെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്നും ഗ്രാഫിലെ ഒരു പോയിന്റിലോട്ട് വന്നു. ഗ്രാഫിലെ ഒരു പോയിന്റിൽ നിന്നും വൈ ആക്സിലെ ഈ 2-ലോട്ട് എത്തി. വൈ ആക്സിലെ പോയിന്റ് 2 ആണ്, 2-ലോട്ട് എത്തി. തിരിച്ചും ട്രാവൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ സഞ്ചരിച്ച വഴി എക്സിൽ നിന്നും ഫംഗ്ഷൻ x2, എക്സിൽ നിന്നും എക്സിൽ നിന്നും വൈ ആക്സിലെ പോയിന്റ് ആയിട്ട് അവിടോട്ട് എത്താനായിട്ട് 4-ൽ നിന്നും ഗ്രാഫിലോട്ടും പിന്നെ ഗ്രാഫിൽ നിന്നും വൈ ആക്സിലെ 2-ലോട്ടും വരുമായിരുന്നു ചെയ്തു. ഇനി നമുക്കിതിനെ ഇനി തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താലോ. അങ്ങനെ വെച്ചാൽ 2-ൽ നിന്ന് നമുക്കിവിടെ ഇവിടെ നിൽക്കുക. ഇതാണ് 2 ഇപ്പം എൻ്റെ പൊസിഷൻ. അപ്പോൾ ഇവിടെ എനിക്കിവിടെ എത്തണം. അപ്പം ഇങ്ങനെ എത്താൻ പറ്റും. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത്? 2-ൽ നിന്നും ആദ്യം ഗ്രാഫിലോട്ട് വരുന്നു. ഗ്രാഫിൽ നിന്നും എക്സ് ആക്സിലെ പോയിന്റ് 4-ലെത്തണം. അപ്പം 2-ൽ നിന്ന് വൈ ആക്സിലെ ഈ പോയിൻ്റാണ് 2-ൽ നിന്നും ഗ്രാഫിലോട്ട്, അപ്പം വൈ ആക്സിൽ നിന്നും എക്സ് ആക്സിലോട്ടാണ് വരുന്നത്. അപ്പം വൈ ആക്സിൽ നിന്നും എക്സ് ആക്സിലോട്ട് വന്നാൽ നമ്മൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അതിന് ഞാൻ എഫിൻ്റെ ഇൻവേഴ്സിനെ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം. എഫിൻ്റെ മുകളിലൊരു -1 കൊടുത്താൽ എഫിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? y to എക്സിലോട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ വൈ ആക്സിലെ ഒരു പോയിൻ്റാണ് അടിക്കുന്നത്, ഇവിടെ എക്സ് ആക്സിലെ പോയിൻ്റാണ് എത്തേണ്ടത്. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് ഈ ഫംഗ്ഷനല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫംഗ്ഷനിലോട്ടല്ല, ഈ ഫംഗ്ഷനിലോട്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. f(2) എന്ന് എഴുതാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് എഴുതുന്നത്? കാരണം 2 എന്ന് എഴുതാൻ പറ്റാത്ത വൈ ആക്സിൽ നിന്നാണ് വരുന്നത്. അപ്പം വൈ ആക്സിൽ നിന്നും എക്സ് ആക്സിലോട്ടാണ് വരുന്നതെങ്കിൽ അത് എഫ് ഇൻവേഴ്സാണ്. ഇതിൻ്റെ ഗ്രാഫ് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇതെന്താകും? ഇത് എഫ് ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഈ ഗ്രാഫിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ഇൻവെർട്ടബിളാണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് ഈ ഗ്രാഫിന് ഇൻവേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് നമുക്ക് കാണാം. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് പിന്നീട് അത് പറയാം. അപ്പോൾ ഇപ്പം നാം പറയുന്നത് ഇവിടെ ഇങ്ങനെ പറയുന്നുള്ളൂ, വൈ ആക്സിലെ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലെ പോയിന്റിലോട്ട് എനിക്ക് എത്തണം. അപ്പം എഫ് ഇൻവേഴ്സ് വൈ ടു എക്സിലോട്ടാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ എന്തായി? എഫ് ഇൻവേഴ്സായി. അപ്പോൾ ഇങ്ങനെ എഴുതാം, f(2) എന്ന് എനിക്കപ്പോൾ എഴുതാൻ പറ്റില്ല. ഇവിടെ എഴുതിയേക്കുന്ന പോലെ f(4) = 2 എന്ന് എഴുതി, f(4) = 2 എന്ന് എഴുതി. പക്ഷേ f(2) = 4 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രാഫ് എന്തായി? വൈയിൽ നിന്ന് എക്സിലോട്ട് വന്നപ്പോൾ ആ ഗ്രാഫിൻ്റെ രീതി മാറി. അതിപ്പോൾ ഫംഗ്ഷൻ നേരെ തിരിഞ്ഞു. അതപ്പം എഫ് ഇൻവേഴ്സ് 2 = എന്തെഴുതാം? 4. എഫ് ഇൻവേഴ്സ് 2 = 4. അപ്പം 2-ൻ്റെ എഫ് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിലെ ഇമേജാണ് 4. അപ്പോൾ 4-ൻ്റെ എഫിലുള്ള ഇമേജാണ് 2. 2 എന്ന് പറഞ്ഞാൽ വൈ ആക്സിലെ പോയിൻ്റാണ്. വൈ ആക്സിൽ നിന്ന് എക്സ് ആക്സിലോട്ടാണ് വരുന്നത്. ഇത് വൈ ആക്സിൽ നിന്ന് ഗ്രാഫിലോട്ട് വന്നു, ഗ്രാഫിൽ നിന്നും എക്സ് ആക്സിലോട്ടാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് 2 നമുക്ക് ഇനി എഴുതാം, 4 എന്ന് എഴുതാം. 2-ൻ്റെ എഫ് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിലെ ഇമേജാണ് 4. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് എഴുതാം. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത കാര്യം, ഇഫ് എഫ് ഈസ് ഇൻവെർട്ടബിൾ, എഫ് ഈസ് y = f of x, y = f of x is invertible, then x = എങ്ങനെ എഴുതാം? f ഇൻവേഴ്സ് y എന്ന് എഴുതാം. ഇതാണ് അടുത്ത നമുക്ക് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനിൽ അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അടുത്ത ഇനി നമുക്ക് പറയാം, ഇവിടെ തന്നെ കാണിച്ചു. അപ്പം ഇവിടെ ഞാൻ ഒന്നുകൂടി ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ്റെ എടുക്കുന്നത്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എക്സ് ആണ്, കോഡൊമെയിൻ വൈ ആണ്. അപ്പം ഡൊമെയിനെ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യും? ഡൊമെയിനെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എക്സ് ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ് ഇപ്പോൾ 1 2 3 ഒരു വേണമെങ്കിൽ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ എടുക്കുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമെയിന് 1 ആക്കിയിട്ട് വേണം. അപ്പോൾ x2 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുക്കാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, i 2π 3π/2 2π.
ഇവിടെ ഞാൻ 1 2 3 എന്ന് മാർക്ക് ചെയ്തു. എക്സ് π/2 ആകുമ്പോൾ 0 π/2 ഫംഗ്ഷന് -1 അതേപോലെ സൈനിക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 1 യുടെ വാല്യൂ. അപ്പോൾ ഇവിടെ എക്സിൽ നിന്നും വൈയിലോട്ടാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് എക്സ് ആക്സിസ്, എക്സിൽ 0 π/2 π എന്നാണ് എടുത്തേക്കുന്നത്. ഡൊമെയിൻ എക്സ് ആക്സിലും കോഡൊമെയിൻ വൈ ആക്സിലുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. തിരിച്ച് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ജി എഫ് ഇൻവേഴ്സ് വൈ ടു എക്സ്, എഫ് ഇൻവേഴ്സ് ടേം വൈ ടു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ഇവിടുത്തെ ഡൊമെയിൻ എന്താ വൈ, ഇവിടുത്തെ കോഡൊമെയിൻ എന്താ എക്സ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തേക്കുമല്ലേ. എഫിൻ്റെ ഡൊമെയിൻ എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമെയിനായിട്ട് വരും. എഫിൻ്റെ ഡൊമെയിൻ എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമെയിൻ ആകുന്നു. എഫിൻ്റെ കോഡൊമെയിൻ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ആകും. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രാഫ് ഡൊമെയിനെ നമ്മൾ എക്സ് ആക്സിലും കോഡൊമെയിനെ വൈ ആക്സിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ അപ്പം എക്സ് ആക്സും വൈ ആക്സും കൂടി എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താകും, വൈ ആണ് ഇവിടെ ഡൊമെയിൻ വൈ ആക്സിലാണ്, കോഡൊമെയിൻ എക്സ് ആക്സിലാണ്. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യും. അതേ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടാനായിട്ട് എക്സ് ആക്സും വൈ ആക്സിൻ്റെ പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ എഫ് ഇൻവേഴ്സ് ആണ് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഈ പോയിൻറ്റ്സ് എല്ലാം x0 π/2 π അല്ല വൈ ആക്സിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0 π/2 π 3 π/2 അങ്ങനെ താഴെ ഇവിടെ 1 മൈനസ് ഇങ്ങനെ 1 2 3. അപ്പം ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ സൈൻ എക്സ് എന്നുള്ളൊരു എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം എക്സ് ആക്സും വൈ ആക്സും ഇൻ്റർചേഞ്ച് ചെയ്യും. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എക്സ്, കോഡൊമെയിൻ വൈ. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ആകുമ്പോൾ വൈ ആകും, കോഡൊമെയിൻ എക്സ്. അപ്പോൾ ഡൊമെയിൻ എപ്പോഴും വൈ ആകുമ്പോൾ തിരിയും, എക്സ് ആക്സ് വൈ ആക്സ് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം തന്നെ അപ്പോൾ ഇതിലെ പോയിൻറ്റ്സ്, അപ്പോൾ ഇതിലെ ഒരു പോയിൻ്റാണ് പീസ് എസിൻ്റെ പോയിൻ്റാണ് ജസ്റ്റ് ഗ്രാഫ്. അപ്പോൾ എയിലെ ഒരു പോയിൻ്റാണ് π/2, എക്സ് കോർഡിനേറ്റ് π/2, വൈ കോർഡിനേറ്റ് 1. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇതിൻ്റെ അപ്പം തിരിച്ച് ഇവിടെ 1 to π/2 വരുമ്പോൾ അപ്പോൾ π/2ൻ്റെ ഇപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് π/2 = 1. π/2ൻ്റെ എഫ് ഇമേജ് ആണ് 1. തിരിച്ചിങ്ങനെ വരുമ്പം ആ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് നോക്കണം. അപ്പോൾ 1 1 ആക്കിയ ശേഷമേ 1 1 1 2 ആണെങ്കിൽ മാത്രമേ ഇൻവെർട്ടിബിൾ ആകത്തുള്ളൂ. ഇവിടം വരെയാണ് 1 1 and 1 2 ആകുന്നത് എന്ന് നിർദ്ദിച്ചോണം. അപ്പോൾ 1 1 and 1 2 എന്നുള്ള ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇവിടം വരെയാണ് 1 1 and 1 2 മൊത്തമായിട്ട് ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ എല്ലായിടത്തും എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആ ഫംഗ്ഷനെ 1 1 and 1 2 ആക്കിയ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 1ൻ്റെ എഫ് ഓഫ് π/2 = 1 ആണ്. π/2ൻ്റെ എഫ് ഇമേജ് 1. അപ്പോൾ 1ൻ്റെ എഫ് ഇൻവേഴ്സ് 1. എഫ് ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എന്താകും, π/2. 1 എന്നുള്ള പോയിൻറ്റിൻ്റെ 1 എന്നുള്ള വൈ ആക്സിലെ പോയിൻ്റാണ്. അതിൻ്റെ എഫ് ഗ്രാഫ് ഇവിടെ തിരിച്ചു വരുമ്പോൾ എഫ് എന്ന് പറയരുത്. അപ്പോൾ അതെന്തായി, വൈ ടു എക്സിലോട്ട് പോകുമ്പോൾ അതെന്തായി എഫ് ഇൻവേഴ്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ 1ൻ്റെ എഫ് ഇൻവേഴ്സിലുള്ള ഗ്രാഫിലുള്ള ഇമേജാണ് π/2. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ ഇപ്പം ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് അതിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ എക്സ് ആക്സും വൈ ആക്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്താൽ. അപ്പോൾ ഇതിലെ ഒരു പോയിൻ്റ് ഇപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ് ഇവിടെ എത്തിക്കുന്നത്. ഇതിലൊരു പോയിൻ്റാണ് π/2 1.
അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനിലെ ഈ കറസ്പോണ്ടിങ് ഗ്രാഫ് ഇൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഈസ് 1/8 തിരിച്ചു വരും. അപ്പം അതായത് ജനറലായിട്ട് നമ്മൾ പറയുക, ഇഫ് എനി എ ബി ഈസ് എനി പോയിന്റ് ഇൻ ദിസ് ഗ്രാഫ്, എഫ് എന്ന് പറയുന്ന ഗ്രാഫിലെ പോയിൻ്റാണ് ഇഫ് ഈസ് ഇൻവെർട്ടിബിൾ, ഇഫ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ, ദെൻ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ എഫ് ഇൻവേഴ്സ് ഈസ് ബി എ. ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ 5/1 ആണ് ഈ sin x എന്ന് പറഞ്ഞ ഗ്രാഫിലെ പോയിന്റ് എങ്കിൽ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനിലെ ഗ്രാഫിലെ പോയിന്റ് തിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യും. ഇത് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആകും, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആകും. അങ്ങനെ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ്റെ പോയിൻറ്റ്സ് നമുക്ക് അങ്ങനെ ഇൻ്റർചേഞ്ച്, ഫംഗ്ഷനിലെ പോയിൻ്റ് അറിയാമെങ്കിൽ അതിൻ്റെ ഇൻ്റർചേഞ്ച് ചെയ്ത് ആ പോയിൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് എന്ന ഗ്രാഫിലെ പോയിൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഇനി അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം പൊതുവേ നമുക്ക് എല്ലാം കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ എന്തെങ്കിലും ഇൻവെർട്ടിബിൾ ആകാനുള്ള കണ്ടീഷൻ ഒന്ന്, എഫ് ഈസ് ഇൻവെർട്ടിബിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, if and only if f is a bijection. അതാദ്യം. രണ്ട് നമ്മൾ പറഞ്ഞു, g f from x to y, then there exists a function g from y to x such that g composition f equal to ix and f composition g is equal to I. മൂന്നാമത് പറഞ്ഞത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ഇമേജ് എഫ് ഇമേജ് ആണ് y, ഇസ് ഇൻവെർട്ടിബിൾ ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. അങ്ങനെയാണ് ദിസ് ഇംപ്ലീസ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്, വൈയുടെ എഫ് ഇൻവേഴ്സ് ഉള്ള ഗ്രാഫിലെ ഇമേജ് ആണ് എക്സ്. നാലാമത് നമ്മൾ പറയുന്ന പോയിന്റ്, നമുക്ക് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? അടുത്ത പോയിന്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇഫ് എ ബി ഈസ് എനി പോയിന്റ് ഓൺ ഗ്രാഫ് എഫ്, കറസ്പോണ്ടിങ് പോയിന്റ് in f inverse is BA. ആയിട്ട് എ ബി ആണെങ്കിൽ എഫിലെ എഫ് എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരു പോയിന്റ് എ ബി ആണെങ്കിൽ അപ്പോൾ അവിടെ എഫ് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിലെ കറസ്പോണ്ടിങ് ഗ്രാഫ് പോയിന്റ് ഇൻ എഫ് ഇൻവേഴ്സ് ഈസ് ബി എ ആയിട്ട് എക്സ് ആക്സും വൈ ആക്സും ഇൻ്റർചേഞ്ച് ചെയ്യും. അതുപോലെ എക്സ് ആക്സിനും വൈ ആക്സിനും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പം ഇവിടെ എക്സ് ആക്സും വൈ ആക്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യും. എഫ് ഇൻവേഴ്സ് കിട്ടാനായിട്ട് ഇൻ്റർചേഞ്ചിങ് എക്സ് ആൻഡ് വൈ ആക്സിസ്, എക്സും വൈ ആക്സും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രാഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പറഞ്ഞത്. ഇത് ബാക്കി പ്രോബ്ലംസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ